കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ബ്ലാക്ക് ബോക്സ്, അത് തകർക്കാൻ പറ്റാത്ത ഒന്നാണത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ തിരച്ചിൽ നടത്തുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ എന്തേ ആ ബ്ലാക്ക് ബോക്സ് നിർമ്മിക്കുന്ന അതേ സ്റ്റഫ് കൊണ്ട് ഈ വിമാനം തന്നെ നിർമ്മിച്ചുകൂടാ? സ്വാഗതം. ഇത് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവർഡ് ബൈ സാറാസ് കറി പൗഡർ. ജനസംഖ്യാ വർധനവിൻ്റെ തോത് കേരളത്തിൽ ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ്. പല കാര്യങ്ങളിലും പത്തനംതിട്ട സ്ഥിതിവിവര കണക്കുകളിൽ മുൻപന്തിയിൽ തന്നെയാണ്. പത്തനംതിട്ടയിൽ നിന്നെത്തിയ അടുത്ത മത്സരാർത്ഥി സൂരജാണ് ഇനി അശ്വമേധത്തിൻ്റെ വേദിയെ അലങ്കരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, യു ആർ ദ വിഷ് യു വിഷ് ടു സീ ഇൻ ദിസ് വേൾഡ്. അതെ, ഈ ലോകത്തിൽ വരേണ്ട ഒരു മാറ്റമാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സൂരജ് ശ്രീ നായർ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്നും വരുന്നു. ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷനിൽ HR ട്രെയിനറായി വർക്ക് ചെയ്യുകയാണ്. വായനയും പ്രശ്നോത്തരിയും ഇഷ്ടപ്പെടുന്ന ഞാൻ ഇതിനകം ധാരാളം ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. ഇപ്പോൾ അഭിലാഷം പൂവണിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്ന വിശ്വാസത്തോടെ മത്സരത്തിനായി പോവുകയാണ്. നിങ്ങളുടെ അനുഗ്രഹവും ആശിസ്സും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം. സൂരജ്, സ്വാഗതം. സൂരജ് സർവകലാശാല തലങ്ങളിലുള്ള ഒട്ടനവധി ക്വിസ് മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ പഠിക്കുന്നുണ്ടോ? കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞോ? MBA കഴിഞ്ഞു. എവിടെയാണ് പഠിച്ചിരുന്നത്? SB കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, സെന്റ് ബെർഗ്മാൻ കോളേജ്, ചങ്ങനാശ്ശേരി. സർവകലാശാല യുവജനോത്സവത്തിൽ ക്വിസിനും പിന്നെന്തിനാ സമ്മാനം കിട്ടിയിട്ടുള്ളത്? ക്വിസിനാണ്. അശ്വമേധം ഇഷ്ടമാണ് സൂരജ്? തീർച്ചയായും. പഴയ അശ്വമേധം കണ്ടാണ് ഞാൻ വളർന്നതെന്ന് പറയാം. ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. അന്ന് ഞാൻ 5-6 ക്ലാസ് പഠിക്കുമ്പോഴാണ്. 5ലും 6ലും ഒക്കെ പഠിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് സൂരജ്. താങ്ക് യു. ഗംഭീരമാക്കണം ഈ മത്സരത്തിൽ സൂരജിന്റെ ആവേശ പോരാട്ടം. തീർച്ചയായും. സമസ്യകളിൽ ബിരുദ കാട്ടിയ സൂരജും ഒരുമിച്ച് നമുക്ക് കടക്കാം യാഗം. സൂരജ്, ആ സ്ഫടിക ഗോളത്തിൽ നിന്ന് ഒരു വിഷയം. മദർ, അമ്മ. നോക്കട്ടെ, ഏറ്റവും മനോഹരമായ ഒരു വിഷയമാണ് സൂരജിന്. സൂരജ്, ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രമാണ് സൂരജ് കണ്ടെത്തുന്നത്. ശ്രീമതി മൃണാളിനി സാരാഭായിയുടെ അമ്മ മലയാളിയായി. ശരിയോ തെറ്റോ? ശരിയാണ്. ആരാണെന്ന് പറയാമോ? മല്ലിക സാരാഭായ്. അത് മൃണാളിനി സാരാഭായിയുടെ മകളാണ് മല്ലിക സാരാഭായ്. അമ്മ മലയാളിയാണ് എന്നത് ശരിയാണ് എന്ന് സൂരജ് പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ശ്രീമതി മൃണാളിനി സാരാഭായിയുടെ സഹോദരിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അമ്മു സ്വാമിനാഥന്റെ മക്കളാണ് അവർ. ശരി. മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 1000 രൂപയുടെ സമ്മാനം താങ്കൾ സ്വന്തമാണ്. ഇനി രണ്ടാം സ്ഫടിക ഗോളത്തിൽ കണ്ടുപിടുത്തങ്ങൾ. എനിക്കിഷ്ടപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ്. എനിക്കല്ല, പലർക്കും. എന്താ സൂരജ് പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോൾ സമയം പോകാൻ വേണ്ടി അല്ലെങ്കിൽ വിരസത മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ആണോ ച്യൂയിംഗമാണോ? ച്യൂയിംഗമാണ്. ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആരായി ച്യൂയിംഗം കണ്ടുപിടിച്ചത്? ച്യൂയിംഗം കണ്ടുപിടിച്ചത് ആരാ? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് ച്യൂയിംഗം. ഉത്തരങ്ങൾ ജോൺ റിഗ്ലി, വാൾട്ടർ ഡെയ്മർ. ജോൺ റിഗ്ലി. ഉറപ്പിക്കാം. എനിക്ക് തോന്നുന്നു വാൾട്ടർ ഡെയ്മർ ആണെന്ന്. ജോൺ റിഗ്ലി തന്നെയാണോ? അതെ. 100%? യെസ്. മാറ്റുന്നില്ല? ഇല്ല. 100% ഉറപ്പിച്ചു.
ഒരു കാര്യം പറഞ്ഞു, ജോൺ റിഗ്ലെ. എനിക്ക് മനസ്സിലായി റിഗ്ലീസ് ച്യൂയിങ്കം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അല്ലേ. പക്ഷെ ജോൺ റിഗ്ലെ എന്നൊരാൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. വാൾട്ടർ ഡെയ്മർ ആണ് ച്യൂയിങ്കം കണ്ടുപിടിച്ചത്. സൂരജിന്റെ ഉത്തരം തെറ്റാണ്. ഞാൻ 3 തവണ ആവർത്തിച്ച് ചോദിച്ചു, എന്തു പറ്റി? കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞത്. ജോൺ റിഗ്ലെ ആണെന്ന് എനിക്ക് ഉറപ്പില്ല എന്നെല്ലാം പറഞ്ഞില്ലേ. മറ്റൊരവസരത്തിൽ സൂരജിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൂരജിനുള്ള സാന്ത്വന സമ്മാനം നമുക്ക് സമ്മാനിക്കാം. നിമ്മി. കൺഗ്രാറ്റുലേഷൻസ് സൂരജ്, താങ്കളുടെ സാന്നിധ്യത്തിന്. ഒപ്പം ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ഒരു സാന്ത്വന സമ്മാനമാണ് താങ്കൾക്ക്. പക്ഷേ ഇതൊരു പ്രോത്സാഹന സമ്മാനം കൂടിയാണ്. നാളെ തിരികെ എത്തണം. നമ്മുടെ ചുറ്റും ലോകത്തിൽ ഒരുപാട് മണൽ കുഴികളുണ്ടാകും, ചതുപ്പ് നിലങ്ങളുണ്ടാകും. പ്രലോഭനങ്ങളുടെ, പ്രേരണകളുടെ കുഴികളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് അപകടകാരികളായ ചിലന്തികൾ വലകെട്ടി പാർക്കുന്നും ഉണ്ടാകും. ഈ റിഗ്ലെ എന്നുള്ള വാക്ക് അത്തരമൊരു അപകടകാരിയായ ചിലന്തിയായിരുന്നു. ആ ചിലന്തി വലയിൽ സൂരജ് അറിയാതെ ട്രാപ്ഡായി പോയതാണ്. ജീവിതത്തിൽ കെണികളിൽ പെട്ടുപോകുന്നവരാണ് നമ്മളിൽ പലരും, ഞാനും നിങ്ങളും ഒക്കെ. കെണികളിൽ പെട്ടുപോകുന്നത് സ്വാഭാവികമാണ് മനുഷ്യർക്ക്. പക്ഷെ പെട്ട കെണിയിൽ പൂർണ്ണമായും അകപ്പെടാതെ ആ ചിലന്തി വല കുരുക്കുകൾ പൊട്ടിച്ചെറിഞ്ഞ് തീർത്തും സ്വതന്ത്രമായ ജീവിത വിജയത്തിന്റെ ഭാഷയിലേക്ക് തിരികെ കുതിക്കാൻ നമുക്ക് കഴിയണം, ഈ കുതിരയെ പോലെ. ഗുഡ് നൈറ്റ് ഫ്രം ജി.